ജന്മാദ്യസ്തേതോന്നയാതിതരതച്ചാർത്തേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തേത് സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര തിസർഗോമുഷാടാംനാശേന തദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ 9-ാമത്തെ അധ്യായം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. 2-ാമത്തെ സ്കന്ധത്തിൽ ദ്വിതീയം 9. ആ അധ്യായം നമുക്ക് പാരായണം നോക്കാം. അഥ 9-ോധ്യായ. ശ്രീശുക ഉവാച. ആത്മമായാമൃതേ രാജൻ പരസ്യാനുഭവാത്മന നക്കടേതാർത്ഥസംബന്ധ സ്വപ്നദ്രഷ്ടുരിവാഞ്ചസ ബഹരൂപ ഇവ ഭാതി മായാ ബഹരൂപയാ രമമാണോ ഗുണേഷ്വസ്യാമമാഹം ഇതി മന്യതേ യർഹി വാവമഹിംനിസ്സേ പരസ്മിൻ കാലമായോ രമേത രസമ്മോഹത്യക്തോദാർത്ഥേ തദോപയം ആത്മതത്വവിശുദ്ധ്യർത്ഥം യദലം യഥാഹ ഭഗവാൻ ഋതം ബ്രഹ്മണേ ദർശയൻ രൂപം വെളീകം വൃതാധൃത. ഈ അധ്യായത്തിൽ 4 ശ്ലോകത്തിൽ ബ്രഹ്മാവിന് ഭഗവാൻ പറഞ്ഞു കൊടുത്ത ഭാഗവതമാണ് പറഞ്ഞത്. ഈശ്വരനല്ലാണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല, ഈശ്വരനല്ലാണ്ട് ഒന്നും ഉണ്ടാവാനും പോകുന്നില്ല, ഇപ്പോഴും ഇല്ല. ആ തുടക്കം തന്നെ അതാണ് സൂചിപ്പിച്ചത്. ആത്മമായാമൃതേ രാജൻ, മായയല്ലാതെ ഈ ശരീരത്തിൽ ആത്മാവ് വേറെ എന്ന സങ്കല്പത്തിന് വേറെ അടിസ്ഥാനം ഇല്ല. മായ മാത്രമാണ് അതിനടിസ്ഥാനം. സത്യത്തിൽ ആത്മാവ് ശരീരമായിട്ട് ഒരു ബന്ധവുമില്ല. അത് മായ കൊണ്ട് തോന്നുന്നത്. മായ അല്ലാണ്ട് അതിന് മറ്റു കാരണം ഇല്ല. ആ തുടക്കം, ആ ശ്ലോകി ഭാഗവതമാണ് ഈ അധ്യായം നമ്മൾ വായിക്കുമ്പോഴേ മനസ്സിൽ വെക്കേണ്ടത്. അതിനു വേണ്ടി പറഞ്ഞതാണ്. ഈശ്വരനല്ലാണ്ട് മറ്റൊന്നും ഇല്ല. ഉണ്ട് എന്ന് തോന്നുന്നത് തോന്നലും മായയുടെ ശക്തി കൊണ്ടാണ്. സത്യത്തിൽ എല്ലാം ഈശ്വരനാണ്. ഈ ഒരു സംഗതി ഓർമ്മിച്ചിട്ട് വേണം ഈ അധ്യായം നമ്മൾ വായിക്കാൻ. അതുകൊണ്ട് പറഞ്ഞതാണ്. സ ആദിദേവോ ജഗതാം പരോ ഗുരോ തിഷ്ഠമാത്തായത്തിഷ്ടായിട്ടാം ദശമത്ര സമ്മതാം പ്രപഞ്ച നിർവ്വാണമിതിയാവേസ ചിന്തയന്ത്യക്ഷരമേകദാംബസ്സുഭാഷണോ ദുർഗരിതംബജോ വിഭോ. സൃഷ്ടിക്കായിക്കൊണ്ട് തപസ് ചെയ്തു. ബ്രഹ്മാവിൻ്റെ തപസ്. പർശേഷിയ ഷോഡശമേകവിംശം 16-ാമത്തെയും 21-ാമത്തെയും താ പ എന്നാണ് അക്ഷരമാലാക്രമത്തിൽ. ഷോഡശം ഏകവിംശം താ പ. നിഷ്കിഞ്ചനാനാം നൃപയത്കനം വിദോ നിശമ്യത്ത ഭക്തദിക്ഷയാദിശോ വിലക്യ തത്ര അന്യത വിലോക്യ തത്ര അന്യതപശ്യമാന സുധിഷ്ഠമസ്തായുമിശ്യതദ്വിധം തപസ്സുപാദിഷ്ടൈവാദദേമന ദിവ്യന്തകത്രാപ്തമമോഗദർശനോ ചിതാനിരാത്മാ വിജിതോഭയേന്ദ്രിയ അതപ്യതത്മാകിലോകതാവനന്ദപത്തപിയാം തപതന്തമാകിത തത്മേതലോകം ഭഗവാൻ സഭാജിത സന്ദർശയാമാഥ പരന്നയത് പരം വ്യഭേര സംക്ലേശ വിമോഹസദൃശം സൃഷ്ടവിടേരവിട്ടിതം പ്രവർത്തരെ എത്രജത്തമത്തയോ തത്തഞ്ച മിശ്രഞ്ജനകാല വിക്രമ. വൈകുണ്ഠത്തെ വർണ്ണിക്കണം. സത്വമില്ല, രജസ്സുമില്ല, തമസ്സുമില്ല, നിർഗുണമാണ്. നയത്ര മായയില്ല. നയത്ര മായ കിമുദാപരേഹരെ അനുപ്രദായത്ര സുരാർത്ഥ. ഞാൻ അവിടെ ഉള്ളവരുടെ സ്വരൂപം. ശ്യാമാവതാശതപത്രലോചന, താമരപ്പൂ പോലെയുള്ള കണ്ണുകളുള്ളവർ. പിശങ്കവത്രാതുരജസ്വേശസാദർവേചതുർബഹവ പുന്മിഷൻ മണിപ്രവേഗ നിഷ്കാവരണാതു വച്ചത പ്രവാള വൈഡൂര്യമൃണാളവക്ഷസ പരുത്പര കുണ്ടലമൂലിമാലിന. കുണ്ടലം ധരിച്ചവരൊക്കെ ഉണ്ട്. വൈകുണ്ഠത്തെ വർണ്ണിക്കുകയാണ്. പ്രാജിഷ്ണുപ്രിയപ്പരിതോ വിരാജതോ വിരസത്വിമാനാമലിവിർമകാത്മനാം വിദ്യോതമാന പ്രമദോത്തമാദ്വിസവിദ്വിരഭ്രാവലിവിർ യഥാനഭ. ശ്രീ മഹാലക്ഷ്മി. ശ്രീ എത്ര രൂപിണ്യുരുകായ പാതയോ കരോതിമാനം ബഹുധാ വിഭൂതിഭി പ്രേങ്കഞ്ചിതായ കുസുമാകരാനുഗേ വിഗീര്യമാനാഭി പ്രിയകർമ്മഗായതി തതശ്ചതത്രാഖില സാത്വതാം പതിശ്യപ്പതിം യജ്ഞപതിം ജഗത്പതിം സുനന്ദനന്ദ പ്രവള. സുനന്ദനും നന്ദനും വിഷ്ണുവിൻ്റെ കിങ്കരന്മാരാണ്, പാർഷദന്മാർ. സുനന്ദനന്ദപ്രബളാർഗണാദിപി സ്വപാർഷദമുഖ്യൈ. പാർഷദന്മാർ. പരിസേവിതം ബിംബൃത്യപ്രസാദ ആഭിമുഖന്ദ്രികാസുഭം പ്രസന്നകാസാരുണലോചനാനനം കിരീടിനം കുണ്ടലിനം ചതുർഭുജം പീതാംബരം വക്ഷത്തിലക്ഷിതം ശിയാ അദ്ദർഗണീയാസനമാത്തിദംബരം മൃതം ചതുഷോഡശ പഞ്ചശക്തിഭി
യുക്തം ഭഗേത്തേരിതരത്വചാത്വേതേവതാമൻ്റെ തദ്ദർശനാക്ലാസപരിപ്ലതാന്തരോ കൃഷ്യത്തനു പ്രേമപരാശ്രുലോചന. രണ്ട് കണ്ണിലും വെള്ളം നിറഞ്ഞ ബ്രഹ്മാവ് ആനന്ദിച്ചു. നാമപാദംബുജ മസ്തവിച്ഛുപാരമകം തേന പദാധികമ്മതേ തം പ്രിയമാണം സമുപത്തിതന്തതാ പ്രജാപിതർഗേ നിജശാസനാർഹണം. ഈശ ബഭാഷ ഈഷത്പിരശോജിഷാഗിരാ പ്രിയം പ്രീതമനാകരേ സ്പൃശൻ. ശ്രീ ഭഗവാനുവാച ത്വയാഹം തോഷിതത്വം വേലഗർഭതിക്ഷയാശിരം മൃതേന തപസാ തത്തോഷക്കൂടയോഗിനാം വരം വരേ ഭദ്രം ദേവരേശം മാഭിവാഞ്ചിതം ബ്രഹ്മൻ ശേയപരിശ്രാമപുംസോമത്തശ്ശനാവധി മനീഷിതാനുഭാവോയം മമ ലോകാവലോകനം വിധവസ്തുത്തരഗതി ച കർത്തപരമന്തവ പ്രത്യാദിഷ്ടം മയാ തത്ര ത്വേ കർമ്മവിമോഹിതേ തപോ മേ ഹൃദയം സാക്ഷാതാത്മാനന്ദവസാനഖ സിജാമി തപസേവാദം. തപസ്സിൻ്റെ മഹാത്മ്യാണ്. ഞാൻ സൃഷ്ടിക്കുന്ന തപസ്സുകൊണ്ടാണ്, നിലനിർത്തുന്ന തപസ്സുകൊണ്ടാണ്, പ്രപഞ്ചത്തെ ഇല്ലാണ്ടാക്കുന്നതും സംഹരിക്കുന്ന തപസ്സുകൊണ്ട്. സിജാമി തപസേവേദം, സിജാമി സൃഷ്ടിക്കുന്നു, തപസേവ തപസ്സുകൊണ്ട്. ഗ്രസാമി തപസാവിനെ ഇല്ലാണ്ടാക്കുന്നു, ബിബർമി ധരിക്കുന്നു, തപസ ഒക്കെ തപസ്സാണ്. തപസ വിശ്വം വീര്യം മേ ദുശ്ചരന്തബാ ബ്രഹ്മോ വാച ഭഗവൻ സർവഭൂതാനാമത്യക്ഷോപത്തിദോ ഗുഹാം വേദക്യപ്രതിരുത്തേന പ്രജ്ഞാനേന ചികീക്ഷിതം തഥാപി നാദമാനത്യനാദനാദനാദിദം പരേ പരേ ദാരൂപരൂപേ ജാനീയർത്തേതരൂപിണ യഥാത്മമായ യോഗേന നാനാശക്തിബൃങ്കിതം വിലുംബൻ വിധിജനം ഗൃഹൻ വിഭ്രത ആത്മാനമാത്മനാ കീടത്യമോഹതങ്കൽ എട്ടുകാലിയെ പോലെ തൻ്റെ ഉള്ളിൽ നിന്ന് നൂലുണ്ടാക്കി ഉള്ളിലേക്ക് ആക്കണു. എട്ടുകാലി അങ്ങോ പ്രപഞ്ചത്തെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കി തൻ്റെ ഉള്ളിലേക്ക് ആക്കണു. ക്രീഡസ്യമോഹസങ്കല്പ കളിക്കുകയാണ്. ക്രീഡസ്യമോഹസങ്കല്പ ഊർണനാഭിർ എട്ടുകാലി ഊർണനാഭിർ യഥോർണുദേ തഥാ തത് വിഷയാം ദേഹി മനീഷാം മൈ മാധവ ഭഗവൻ ചിച്ചിതമഹങ്കരവാണിക്യതന്ത്രിതാം ഗേഹമാന പ്രജാതർക്കം പ്രത്യയം മെതനുഗ്രഹാലവസ്തകാതക്കിരിവേശത്തെ കൃത പ്രജാപിതർക്കെ വിഭജാമി ഭോജനം അവിക്ലവർത്തെ പരികർമ്മണി ഇത്യതോ മാമേതമുന്നതമതോജമാനിന. അഹങ്കാരം ഇല്ലാതെ ബ്രഹ്മദേവ സൃഷ്ടിച്ചോളൂ, ഒരു കുഴപ്പമുണ്ടാവില്ല. അത് വരുമ്പോഴാണ് എല്ലാ പ്രവൃത്തിയും നമുക്ക് ദുഃഖത്തെ ഉണ്ടാക്കുന്നത്. അഹങ്കാരം ഇല്ലെങ്കിലോ ഒരു പ്രവൃത്തിയും നമുക്ക് ദുഃഖത്തെ ഉണ്ടാക്കില്ല. ശ്രീ ഭഗവാനുവാച. നീ ചതുശ്ലോകി ഭാഗത്തിലേക്ക് കടക്കണം. ജ്ഞാനം പരമഗുഹ്യമേ വിജ്ഞാനതമന്യതന്തരഗത്യന്തതങ്കഞ്ചഗൃഹാണകഴുതമ്മയ യാവാനകമ്യതാവാവോയ ധ്രുവഗുണകർമ്മകാം തദൈവ തത്വവിജ്ഞാനം അസ്തുതേ മതനു. എന്താണ് ചതുശ്ലോകി ഭാഗവതം? തത്വവിജ്ഞാനമാണ് ചതുശ്ലോകി. ജ്ഞാനമാണ്, അത് വേറൊന്നുമല്ല. കഥയൊന്നും ഈ ഭാഗവതത്തിൽ, ഈ പറഞ്ഞു കൊടുത്ത ഭാഗവതത്തിലില്ല ബ്രഹ്മാവിന്. കഥ പിന്നെ വ്യാസൻ ഉണ്ടാക്കിയതാണ് നമുക്ക് മനസ്സിലാക്കാൻ. എന്താണ് ഭാഗവതം? ജ്ഞാന സന്ദേശം, ജ്ഞാനശാസ്ത്രമാണ് ഭാഗവതം കേട്ടോ, അത് കഥയില്ല. തദൈവ തത്വവിജ്ഞാനം അസ്തുമേ മതനുഗ്രഹാൽ. ഇവിടുന്ന് അങ്ങോട്ടാണ് ചതുശ്ലോകി. അഹമേവാസ്തമേവാഗ്രേനാന്യത്തടതത്പരം. ഞാൻ മാത്രമാണ് സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്നത്, ശേഷമോ പശ്ചാത്തകം അതിനുശേഷം യഥേതയോവശിഷ്ടേതോസ്നേഹം. ഇനി അല്ലാതെ ഉണ്ടെന്ന് തോന്നുന്ന ഈ ലോകമോ ഹൃദയർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ച ആത്മനീ തദ്വിദ്യാ ആത്മനോമായാം യഥാഭാസോ യഥാതമാ. ഇരുട്ടത്ത് തെറ്റിദ്ധരിച്ച് ഒരു വസ്തുവിനെ മറ്റൊന്നാണ് എന്ന് പാമ്പിന് കയറിനെ കണ്ട് പാമ്പാണ് തോന്നുന്നത് പോലെയാണ് സത്യത്തിൽ ഇത് മായ ഈ രൂപമല്ല, ഈശ്വരരൂപമാണ്. അതിനെ തെറ്റായിട്ട് നമുക്ക് തോന്നുകയാണ് ഇത് സ്ത്രീയാണ്, പുരുഷനാണ്, പഞ്ചഭൂതമാണ്, ലോകമാണ് എന്നത്. യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ചാവശേഷനു പ്രവിഷ്ടാനി അപ്രവിഷ്ടാനി തഥാ തേഷിണതേഷ പ്രവിഷ്ടാനി. പ്രവേശിക്കുക, എല്ലാറ്റിലും ഞാൻ പ്രവേശിച്ചിട്ടുണ്ടെങ്കിലും പ്രവേശിക്കാത്ത പോലെ ആണെന്ന് ഭഗവാന് നിൽക്കാൻ ഭഗവാനെ അതിന് കഴിയൂ. യാതൊരു ബന്ധവുമില്ല, എന്നാൽ എല്ലാറ്റിലും ഭഗവാൻ ഉണ്ട് താനും. പ്രവിഷ്ടാനി അപ്രവിഷ്ടാനി തഥാ. പ്രവേശിക്കാത്ത പോലെ പ്രവേശിച്ചിരിക്കുന്നു. എങ്ങനെയാണ്? അത് ഭഗവാനെ അറിയുള്ളൂ. തേഷുനതേഷ്വകം നേതാപതേക ജിജ്ഞാസൻ തത്വ ജിജ്ഞാസുനാത്മന അന്വയ വ്യതിരേകാഭ്യാം യത്യാ സർവത്ര സർവത. അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് ഉറപ്പിക്കണം. അതാണ് അന്വയവും വ്യതിരേകവും. ഏതൻ മമ സമ ഏതൻ മതം ഏതൻ മതം സമാധിഷ്ഠ പരമേണ സമാധിന ഭവാൻ കൽപ്പവികൽപ്പിഷിനശീശുഗൗവാച സമ്പ്രതിശേവമജനോജനാനാം പരമേട്ടിനം പശ്ചതത്വരൂപമാത്മനോ നിരണധരീ അന്തർഹിതേന്ദ്രിയാർത്ഥായ ഹരേ വിഗിതാഞ്ജലി സർവഭൂതമയോ വിശ്വം സസർജേതം സപൂർവവൽ. അങ്ങനെ പഴയ പോലെ സൃഷ്ടിച്ചു ബ്രഹ്മാവ്. ഭഗവാനിൽ നിന്ന് ജ്ഞാനം ഗ്രഹിച്ച് ലോകത്തെ പൂർവവത്
പഴയ പോലെ സൃഷ്ടിച്ചു. വളരെ എളുപ്പമാണ്. പ്രജാപതിർധർമ്മപതിരേകഥാ നിയമാൻ യമാൻ ഭദ്രം പ്രജാനാമന്യച്ചന്നാദിത്രേതാർത്ഥകാമയാ തന്നാരദ പ്രീതമോരിക്താദാനാമനുപദാശുഷമാണ് ശീലേന പ്രസേണതമേനജ. പുത്രനായ നാരദന് പറഞ്ഞു കൊടുത്തു. വിനയം കൊണ്ടും ശുശ്രൂഷ കൊണ്ട് അച്ഛനെ സന്തോഷിപ്പിച്ച നാരദന് ബ്രഹ്മദേവൻ ഈ ജ്ഞാനം ഉപദേശിച്ചു. നാരദനത് വ്യാസനും ഉപദേശിച്ചു. മായാം വിവിധിഷൻ വിഷ്ണോർമായേശസ്യ മഹാമുനി മഹാഭാഗവതോ രാജൻ പിതരംബര്യദോഷാൽ അച്ഛനെ സന്തോഷിപ്പിച്ച നാരദന് പറഞ്ഞു കൊടുത്തു. ഇഷ്ടം നിശാമ്യ പിതരൻ ലോകാനാം പ്രപിതാമകം ദേവർഷി പരിപൃച്ഛ ഭവാൻ എന്മാനുപൃച്ഛതി. ഹേ പരീക്ഷിത്തെ, അങ്ങ് ചോദിച്ചതായ പോലെ, അങ്ങ് എന്താ ചോദിച്ചത്? ലോകത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച്, സൃഷ്ടി രഹസ്യത്തെക്കുറിച്ച് ചോദിച്ചില്ലേ? അതേപോലെ പുത്രൻ എമ്മാനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. 10 ലക്ഷണത്തോട് കൂട്ടി ഭാഗവതമാക്കിയിട്ട് അത് വ്യാസൻ വിസ്തരിച്ചു. തസ്മാ ഇതം ഭാഗവതം പുരാണം ദശലക്ഷണം പ്രോക്തം ഭഗവത പ്രാഗപ്രീത പുത്രായ ഭൂതകൃത്നാരദ പ്രാഗമുനേ സരസ്വത്യാത്തടേ നൃപാദായതേ ബ്രഹ്മപരമം വ്യാസായ അമിത തേജസേ. വ്യാസന് നാരദൻ അത് അച്ഛനിൽ നിന്ന് കിട്ടിയ പ്രകാരം, ബ്രഹ്മാവിൽ നിന്ന് കിട്ടിയ പ്രകാരം വ്യാസന് ഉപദേശിച്ചു കൊടുത്ത് അദ്ദേഹം അത് ഈ കാണുന്ന ഗ്രന്ഥമാക്കിയിട്ട് മാറ്റി. യദുദാഹം തയാ പൃഷ്ടോ വൈരാജാൽ പുരുഷാദിതം യഥാതീത്തത് വാക്യാസേ പ്രശ്നാനന്യാഞ്ച കൃഷ്ണശാ. ഓം ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഗന്ത്യാം സംവിധായാം ദ്വിതീയസ്കന്ധേ നവമോധ്യായ. നീ എന്തെല്ലാം ചോദ്യങ്ങളാണ് ചോദിച്ചത് എന്ന് കേട്ടുകൊള്ളുക. ശ്രീശുക ഉവാച. നീ അടുത്ത ഇതിൽ വരികയാണ്. അത്ര സർഗോ വിസർഗച്ഛത്താനം പോഷണമൂതയാമന്വന്തരേശാനുകഥാ നിരോധോ മുക്തിരാശ്രയ ദശമസ്യ വിശുദ്ധ്യർത്ഥന്നവാനാമിക ലക്ഷണം വർണ്ണയന്തി മഹാത്മാന ശ്രുതേനാർത്ഥേന ചാഞ്ചസാ. അധ്യായം 10. ഏതാണ് 10 ലക്ഷണം? ഭാഗവതത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് തൃതീയ സ്കന്ധം മുതൽ 12 വരെയാണ് ലക്ഷണം. 2 സ്കന്ധത്തിൽ ലക്ഷണം ഇല്ല കേട്ടോ. അതിന് 12 ലക്ഷണം വരുമല്ലോ, അതില്ല 10 ലക്ഷണമേ ഉള്ളൂ. അപ്പോൾ അവിടെ പറയണം സർഗം വിസർഗം സ്ഥാനം പോഷണം ഊതയ എന്നവിടെ പറഞ്ഞത് ശരിക്കും വാക്ക് ഊതി എന്നാണ്. ഊതി, വിളക്കൂതി എന്നുള്ള ഊതിയല്ല കേട്ടോ, അത് മലയാളം. സംസ്കൃതത്തിലത്തെ ഊതി പുരാണവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഊതി എന്ന ലക്ഷണം. അതായത് കർമ്മവാസനയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. പ്രഹ്ലാദന് എന്തേ ഭക്തനാവാൻ? ശരിക്കും അസുരവംശത്തിലാണ് ജനിച്ചത് അല്ലേ? പക്ഷേ ഭക്തനാവാനുള്ള കാരണം കയാതുവിൻ്റെ ഗർഭത്തിൽ കിടന്ന് നാരദൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തത് കേട്ടതുകൊണ്ടാണ്. ഹിരണ്യകശിപു എന്തേ ദുഷ്ടനായി? വെറുതെ അങ്ങോട്ട് ദുഷ്ടനായതല്ല, അതിന് കാരണമുണ്ട് ഇല്ലേ? ജൈവിജന്മാരുടെ ശാപം കൊണ്ട് അസുരന്മാരായി. വിദ്വേഷഭക്തിയ അവിടെ വരണം എന്ന അനുഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കില്ല അഖിലേശൻ രാവണൻ പറയുന്നുണ്ട്. രാവണന് ബുദ്ധിയില്ല എന്ന് പറയാൻ പറ്റില്ല, ബുദ്ധിരാക്ഷസനാണ് എല്ലാ നിലയ്ക്കും. ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കില്ല അഖിലേശൻ. അതുകൊണ്ട് അഥവാ എന്നെ അസ്ത്രയച്ച് കൊന്നാലും എനിക്ക് നഷ്ടമൊന്നുമില്ല, എനിക്ക് മുക്തിയാണ് കിട്ടുക എന്ന് പറയണ്ട. അപ്പോൾ അതുകൊണ്ട് അതിനെയാണ് എന്തിനു പറയുക? ഊതി. ഊതി ഇവിടെ ശ്ലോകത്തിൽ വരുമ്പോൾ ഊതയ നാക്കിയെന്നല്ല, ഊതികൾ ബഹുവചനാകുമ്പോൾ അങ്ങനെ വന്നു എന്നല്ല, ഊതി എന്നാണ് വാക്ക്. പോഷണം ഊതയ. മന്വന്തരേശാനുഗതാ നിരോധോ മുക്തിരാശ്രയ. തൃതീയ സ്കന്ധത്തിൽ സർഗ്ഗമാണ് വിഷയം, 4ാമത്തെ സ്കന്ധത്തിൽ വിസർഗ്ഗമാണ് വിഷയം. സൃഷ്ടി വർദ്ധിക്കുക, ബ്രഹ്മാവിൻ്റെ സൃഷ്ടി സർഗ്ഗവും വംശവർദ്ധനമാകുമ്പോൾ വിസർഗവുമാണ്. 5ാമത്തെ സ്കന്ധത്തിൽ സ്ഥാനം, 6ാമത്തെ സ്കന്ധത്തിൽ പോഷണം. അരിയാമിള കഥ വൃത്രകഥയൊക്കെ വരിക. ഊതയ പ്രഹ്ലാദ ചരിതം. മന്വന്തരം 8ാമത്തെ സ്കന്ധം, ഗജേന്ദ്രമോക്ഷം മുതൽ മത്സ്യാവതാരം വരെയുള്ള കഥ 24 അധ്യായം. ഈശാനുകഥ. എന്താ ഈശാനുകഥ? രാജാക്കന്മാരുടെ കഥ. ഭാഗവതത്തിലത്തെ എല്ലാ രാജാക്കന്മാരും വിരക്തി നേടിയവരാണ്. മഹാഭാരതത്തിൽ ഒട്ടേറെ രാജാക്കന്മാരുടെ കഥയുണ്ട്. എല്ലാവരും വിരക്തി നേടിയവരൊന്നുമല്ല, അല്ലാത്തവരുടെയും ഉണ്ട്. പക്ഷെ അതിലത്തെ വിരക്തി നേടിയവരുടെ കഥ മാത്രമാണ് തിരഞ്ഞെടുത്ത് ഭാഗവതത്തിൽ പ്രസ്താവിച്ചിട്ടുള്ളത്. പ്രത്യേകം പറയേണ്ടതുണ്ട്. അതാണ് ഇവിടെ ഈശാനുകഥ. പ്രപഞ്ചം നിസ്സാരമാണെന്ന് അറിഞ്ഞു ഉപേക്ഷിച്ച രാജാക്കന്മാർ, അലക്സാണ്ടറെ പോലെ വെട്ടിപ്പിടിച്ച് എല്ലാം കൈക്കലാക്കാൻ ഉള്ളം കയ്യിലാക്കാൻ ശ്രമിച്ചവരുടെ അല്ല. നിരോധോ ദശമസ്കന്ധം. നമ്മുടെ മനസ്സ് ഈ വിഷയത്തിലേക്ക് പോണത് ഒരിക്കലും
ഒരിക്കലും തടുക്കാൻ കഴിയില്ല. ഈ ശക്തിയായിട്ട് ഒഴുകുന്ന നദിയെ ചെറിയ ചിറ കെട്ടിയാൽ നിൽക്കുമോ? വലിയ ചിറ കെട്ടിയാൽ നിൽക്കും. പക്ഷേ സാധാരണ നിലയ്ക്ക് നമ്മൾ മണ്ണുകൊണ്ടോ കുട്ടികൾ കളിക്കണ പോലെ ചെറിയൊരു ചിറ കൊണ്ട് നിൽക്കില്ല അത്. അപ്പം നമ്മളതിൽ വളരെ എൻജിനീയറിങ് സ്കിൽ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യണത്, നദിയിൽ ഡാം കെട്ടുക. ചെറിയ പണിയല്ല ഡാം കെട്ടല കേട്ടോ. ഈ വെള്ളത്തിനെ തടുത്ത് അനവധി കാലം നിൽക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് മനസ്സിനെ നിർത്താനുള്ള എൻജിനീയറിംഗ് ആണ് ദശമസ്കന്ധം എന്ന് പറയാം. മനസ്സാകുന്ന ഒഴുകണ നദി ഉണ്ടല്ലോ, അതിനെ കെട്ടി നിർത്താനുള്ള ഏറ്റവും വലിയ എൻജിനീയറിങ് ടെക്നോളജിയാണ് അത്രേ ദശമസ്കന്ധം. ചില്ലറ കാര്യമല്ല അത്. കൃഷ്ണകഥ കേട്ടാൽ ആരുടെ മനസ്സും അതിലവിടെ നിൽക്കും. പിന്നെ എവിടേക്കാണ് പോവുക? തടുത്താൽ കഴിഞ്ഞില്ലേ, പിന്നെ പോകാൻ പറ്റില്ലോ. നിരോധോ മുക്തി. നിരോധം മനസ്സിനെ നിരോധിച്ചാലോ മുക്തി അനുഭവപ്പെടും. നമ്മളൊക്കെ മുക്തന്മാരാണ്, ദുഃഖിക്കേണ്ടവരല്ല, മുക്താവസ്ഥയിലുള്ള ആത്മാക്കളാണ് നമ്മൾ. അതാണ് ഏകാദശസ്കന്ധം. ആശ്രയ. അത് ബോധ്യമായാലോ നമ്മൾ പുറപ്പെട്ട സ്ഥലത്ത് എത്തും. അതാണ് ആശ്രയം. എവിടുന്നാണ് പുറപ്പെട്ട? ഈശ്വരനിൽ നിന്ന്. അവിടേക്കാണ്ട് എത്തിയ അതാണ് മുക്തി. ഇതാണ് ഭാഗവതത്തിൽ പറയണത്. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് മനസ്സിനെ ഉയർത്തി നമ്മളെവിടുന്ന് വന്നു അവിടേക്ക് എത്തിക്കല ശാസ്ത്രമാണ് ഭാഗവതം. കേവലം കുറേ കഥകൾ മാത്രം അല്ല. ആ തത്വത്തെ ബോധ്യമാവാൻ കഥ പ്രയോഗിച്ചു എന്നേ ഉള്ളൂ. കഥ പ്രയോഗമാണ്, കഥ ലക്ഷ്യമല്ല. ദശമസ്യ വിശുദ്ധ്യർത്ഥന്നവാനാമിക ലക്ഷണം മന്നഹന്തി മഹാത്മാന ശുദ്ധേനാർത്ഥേന ചാഞ്ചസ. ഈ 10ാമത്തേതിൻ്റെ വിശുദ്ധ്യർത്ഥം, 10ാമത്തേതേതാ? ആശ്രയം. ആ ബ്രഹ്മത്തിൻ്റെ വിശേഷേണ ശോധന ചെയ്യാനായി വിശുദ്ധ്യർത്ഥം നവാനാമിക ലക്ഷണം. അവിടെ ഒന്ന് നോക്കൂ, പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു ശ്ലോകം അത്. നവാനാം, ആകെ 10 ലക്ഷണം. അതിൽ 10ാമത്തെ ദശമസ്യ അതായത് ആശ്രയം. അതിനു വേണ്ടിയാണ് 9 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 9 കിടന്ന് തിരിയരുത്. 9 കൂടെ പോവാം, കുഴപ്പമില്ല. പക്ഷെ 9 എത്തിയാൽ അതുവരെ ഉള്ളത് വിടണം എന്നാണ്. എന്നാലേ 10ാമത്തേതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെന്താ ചെയ്യണത് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങോട്ട് ഓടിച്ച് വിടും. ദശമസ്യ വിശുദ്ധ്യർത്ഥം. കഴിക്കേണ്ട ഉച്ചയ്ക്ക് മുമ്പ് ഊണ് കഴിക്കണം, എന്തൊക്കെ പണി വേണ്ട വെച്ചിട്ടാ സപ്താഹം 7 ദിവസമായിട്ടിരിക്കണം, വേഗം കഴിക്കണം. എന്തൊക്കെ നമ്മൾ പറഞ്ഞു എന്ന് അവസാനത്തെ ദിവസം നോക്കുകയില്ല. വേഗം കഴിച്ചോ, മിടുക്കനാണ് ആചാര്യൻ. കറക്റ്റ് 11:30 നിർത്തിയിട്ടോ. അതിന് മുമ്പ് നിർത്തി അതിലേറെ സന്തോഷമാവും. പക്ഷെ അതാണോ? അങ്ങനെ നിർത്താൻ പറ്റില്ല. 10ാമത്തെ വിശുദ്ധ്യർത്ഥം നവാനാമിക ലക്ഷണം അത് വേണ്ട പോലെ ഉറപ്പിക്കണമെങ്കിൽ കുറച്ച് അതിനെപ്പറ്റി പറയാൻ സമയം ഉണ്ടാക്കിയേ പറ്റൂ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഓടിച്ചിട്ട് ഇത് പറഞ്ഞാലും തെറ്റില്ല. ചില ആചാര്യന്മാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ കേട്ടോ. ആദ്യമൊക്കെ അങ്ങനെ ഓടിച്ചിട്ട് ഇവിടെ ഒന്ന് വിസ്തരിക്കും. അതാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. ഏകാദശവും ദ്വാദശവും പറയാതെ ഭാഗവതം നടത്തിയിട്ട് ഒരു കാര്യമില്ല. അയാൾ എത്ര കേവനായിക്കോട്ടെ. കാരണം ആദ്യത്തെ ദിവസം ഒന്ന് ഓടിച്ചാൽ കൂടി ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാമിക ലക്ഷണം. ഈ 9 പറഞ്ഞത് ദശമത്തിലെത്താൻ. ദശമസ്കന്ധല്ല കേട്ടോ. ദശമസ്കന്ധല്ലേ ആശ്രയം. ദ്വാദശസ്കന്ധത്തിൽ പരീക്ഷത്തിൻ്റെ മുക്തി, അതാണ് ദശമം. 12ാം സ്കന്ധമാണ് ദശമം, 10ാം സ്കന്ധമല്ല. കാരണം 2 സ്കന്ധത്തിൽ ലക്ഷണമില്ല. ഓർക്കേണ്ടതായതുകൊണ്ട് വീണ്ടും വീണ്ടും പറയണത്. ദശമസ്യ മീൻസ് 12ാം സ്കന്ധം, 10 സ്കന്ധമല്ല. അതിനു വേണ്ടിയാണ് ബാക്കി 9 പറഞ്ഞത്. വർണ്ണയന്തി മഹാത്മാന, മഹാത്മാക്കൾ അർത്ഥത്തോടു കൂടിയിട്ട് ആശ്രയം എന്ത് എന്ന് വ്യക്തമാക്കാൻ ബാക്കി 9 ലക്ഷണത്തെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അതിൽ തന്നെ കിടന്ന് തിരിയല്ല വേണ്ടത്. ആശ്രയം പരീക്ഷത്തിൻ്റെ മുക്തിയെ മനസ്സിലാക്കണം. അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം. ഈ ഒരൊറ്റ കാര്യത്തിനാണ് ഭാഗവതം. ഞാൻ തന്നെ ബ്രഹ്മമാകുന്നു, ബ്രഹ്മം ഞാനാകുന്നു എന്നാൽ പിന്നെ അത് അങ്ങോട്ട് പറഞ്ഞാൽ പോരെ. ചിലപ്പോൾ ഇന്നസെൻ്റൊക്കെ ചില ഡയലോഗ്, എന്നാൽ പിന്നെ അതങ്ങോട്ട് പറഞ്ഞാൽ പോരെ. അതങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നാൽ അപ്പോൾ അത്ര പ്രശ്നമുണ്ടോ? അപ്പം അതിന് വേണ്ടിയിട്ട്
വിഷമസ്യ വിശുദ്ധ്യർത്ഥം നവാനാം. ഈ 9 ലക്ഷണം പ്രാധാന്യനെ പറഞ്ഞ് ഉറപ്പിച്ച് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടാക്കി ഈ അഹം ബ്രഹ്മപരം താമ ബ്രഹ്മാഹം പരമം പദം എന്നത് ഉറയ്ക്കാൻ മനസ്സിനെ പാകപ്പെടുത്തലാണ് ബാക്കി 9 ലക്ഷണങ്ങളെ കൊണ്ട് ചെയ്യേണ്ടത്. പാകപ്പെടുത്തലില്ലാണ്ട് നടക്കില്ല. ഒന്നിനും പാകപ്പെടുത്തണ്ടേ. ഏത് കാര്യത്തിനും അതിൻ്റേതായ പശ്ചാത്തലം സൃഷ്ടിച്ചിട്ടേ അതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഒരു വിത്ത് കുഴിച്ചിടണമെങ്കിൽ അത് നല്ലപോലെ നിലം ഇളക്കി അതിന് പറ്റിയ മണ്ണാക്കി തീർക്കണം. അല്ലാത്ത മണ്ണാണെങ്കിൽ ആക്കി തീർക്കണം. ആണെങ്കിൽ പിന്നെ ആ പണി ലാഭമുണ്ട്. വെള്ളം ഒഴിക്കണം, നനയ്ക്കണം, വേണ്ടേ, വളം ഇടണം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത്? വിത്ത് കുഴിച്ചിടുന്നത്. ആദ്യം തന്നെ വിത്ത് കുഴിച്ചിട്ടായിട്ട് പതിവുണ്ടോ? ഇല്ല. തെങ്ങാണച്ചെന്ന് കുഴിച്ച് അത്രയും കുഴിച്ച് അതിൽ വെണ്ണീറോ ചട്ട് ചിലർ ഉപ്പിട്ട് അത് ഒരുക്കിയിട്ട് തേങ്ങ ആകുന്ന വിത്ത് കൊണ്ടുപോയി വയ്ക്കണു. ആരും തന്നെ കൊണ്ടുവയ്ക്കുകയാണോ? അല്ല. അതിന് വേണ്ടിയിട്ടാണ് നവാനാമിക ലക്ഷണമൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ടാവുണ്ട് കേട്ടോ. ഭൂതമാത്രേന്ദ്രിയതയാം ജന്മസർഗ ഉദാഹൃത ബ്രഹ്മണോ ഗുണവൈഷമ്യാൻ വിസർഗ പൗരുഷസ്മൃത. ഈ ഓരോ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്നങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഭൂതേന്ദ്രിയ ദിയാം, ഭൂതേന്ദ്രിയ ദിനങ്ങൾ പഞ്ചഭൂതങ്ങൾ: ഭൂമി, വെള്ളം, വായു, ആകാശം, ഭൂതം. മാത്ര: ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധങ്ങൾ. ശരീരത്തിൽ സ്പർശം തൊട്ടറിയൽ, ശബ്ദം കേട്ടറിയൽ, ശബ്ദസ്പർശ രൂപം കണ്ടറിയൽ, രസം നാവുകൊണ്ടറിയൽ, ഗന്ധം മൂക്കൊണ്ട് അറിയൽ. അപ്പം അതാണ് മാത്ര. ചുരുക്കിയൊരു വാക്കിലാണ് ഒതുക്കി ഇതൊക്കെ പാടെ കൂടിയിട്ട്. മാത്ര: ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ. ഭൂതം: ഭൂമി, വെള്ളം, വായു, അഗ്നി, ആകാശം. അങ്ങനെ പറഞ്ഞ് 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 പഠിക്കേണ്ടതാണ്. 2-3 പ്രാവശ്യം ആവർത്തിച്ച പഠിയും, അത്രേനേ ഉള്ളൂ. ഭൂമി, വെള്ളം, വായു, ആകാശം, അഗ്നി, ഭൂതങ്ങൾ. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ മാത്ര. ഇന്ദ്രിയം. അടുത്തത് എന്താ പ്രയാസം? 10 ഇന്ദ്രിയങ്ങളുണ്ട്. കണ്ണ്, മൂക്ക്, ത്വക്ക്, നാക്ക്, ചെവി, പഞ്ചേന്ദ്രിയങ്ങൾ. കയ്യ്, കാല്, പായു, വാക്ക്, ഉപസ്ഥം, 5 കർമ്മേന്ദ്രിയങ്ങൾ. ഇതൊക്കെ കർമ്മേന്ദ്രിയങ്ങൾ. കയ്യ്, കാല്, അവിടെയാണ് നമ്മൾ പ്രവർത്തിക്കുന്ന നടക്കുകയും ചെയ്യണത്. വാക്ക്, അവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വാക്ക് എന്ന് പറഞ്ഞ ഇന്ദ്രിയം എങ്ങനെ കർമ്മമാകും? എല്ലാ കർമ്മവും സൃഷ്ടിക്കുന്നത് വാക്കാണ്. പറയണമെങ്കിൽ ആദ്യം അത് ചെയ്യട്ടോ എന്ന് പറഞ്ഞാലല്ലേ ചെയ്യാൻ പറ്റൂ. ആരെങ്കിലും പറയാണ്ട് ചെയ്യാറുണ്ടോ? അപ്പോൾ വാക്കുന്നാണ് എല്ലാ കർമ്മങ്ങളുടെയും തുടക്കം. അതെന്തൊക്കെയാണ്? അത് ഈ കഴുത്ത് മുതൽ ചുണ്ട് വരേക്ക് വ്യാപിച്ച് കിടക്കുന്ന ഒരു അദൃശ്യ അവയവമാണ് വാക്ക്. കാണാൻ പറ്റില്ല. നാക്ക് ഇറങ്ങിപ്പോയോ എന്ന് ചോദിക്കും നമ്മൾ സിനിമയിലെ ഡയലോഗ്. എന്താ നാക്ക് ഇറങ്ങിപ്പോയോ? അപ്പോൾ ആ വാഗീന്ദ്രിയം പ്രവർത്തിച്ചില്ലെങ്കിൽ ശബ്ദം ഉണ്ടാവില്ല. ചിലർക്ക് ചില ഘട്ടത്തിൽ ശബ്ദം നിലയ്ക്കുന്ന പറയണം. ഈ പറയണവർക്കൊക്കെ നമുക്കൊക്കെ ഇടയ്ക്ക് പിന്നെ പറയാൻ പറ്റില്ല. ഈശ്വര അങ്ങനെ വന്നാൽ പിന്നെ ഭയങ്കര കഷ്ടമായിപ്പോയി നമ്മുടെ സ്ഥിതിയൊക്കെ. പിന്നെ എന്തിനാ ജീവിക്കണമല്ലേ? കണ്ണൻ്റെ മാഹാത്മ്യം പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ്? അങ്ങനെ ഒരു അവസ്ഥ ഈ പറഞ്ഞ് ശബ്ദങ്ങൾ പ്രയോഗിച്ചവർക്ക് ഉണ്ടാവുന്നതാണ്. ചെറുനാക്ക് ഇറങ്ങിപ്പോവുക എന്ന് പറയും. അപ്പം അത് പ എന്ന് പറയണച്ചാൽ ചുണ്ട് വേണം, ത എന്ന് പറയണച്ചാൽ നാവ് വേണം, പ എന്ന് പറയണച്ചാൽ ചുണ്ട്, ങ എന്ന് പറയണച്ചാൽ മൂക്ക്. ഇങ്ങനെ ഓരോരോ അക്ഷരങ്ങൾ പറയണമെങ്കിൽ ഓരോരോ അവയവങ്ങൾ ഇതെല്ലാം കൂടി ഇതിനാണ് നമ്മൾ വാഗീന്ദ്രിയം എന്ന് പറയുക. പിന്നെ 2 വിസർജനാവയവങ്ങൾ, ഒന്ന് മുമ്പിലും ഒന്ന് പിന്നിലും. ഈ 5 കർമ്മേന്ദ്രിയങ്ങൾ. ഇതാണ് 10 ഇന്ദ്രിയങ്ങൾ. ഭൂത മാത്ര, അത്ര ചുരുക്കിയിട്ടാണ് പറയുന്നുണ്ട്. ഭൂത മാത്ര ഇന്ദ്രിയ ദിയാം. ബുദ്ധി. ദിയാം ബുദ്ധി എന്ന് പറഞ്ഞാൽ അതിൽ 4 ചേർക്കാം എന്നാണ്. ബുദ്ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി, മനസ്സ്, ചിത്തം, അഹങ്കാരം. 4 പെടും അതിൽ. ബുദ്ധി ആദി എന്ന് പറയാൻ വേണമെച്ചാൽ അതിൻ്റെ ഭാഗങ്ങളായിട്ട് നമ്മൾ മനസ്സിനെയും ബുദ്ധി, മനസ്സ്, ചിത്തം, ഇന്ദ്രിയം, അതിനെപ്പറ്റിയൊക്കെ പല സ്ഥലങ്ങളിൽ ഇനിയും പറയുന്നുണ്ട്. ചിത്തം ഇപ്പോൾ പ്രസവിച്ച കുട്ടിക്ക് ഉണ്ടാവും,
മനസ്സ് കുറച്ച് വലുതായാലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബുദ്ധി ചിത്തം തന്നെയാണ് മനസ്സായിട്ട് മാറുന്നത്. രണ്ടല്ല, വെള്ളം ഐസ് ഉരുകി വെള്ളം ആവുന്നത് പോലെ ചിത്തം മാറി മനസ്സാവുന്നു. രൂപമാറ്റം വരുന്നുണ്ട്. അഹങ്കാരമോ ഞാൻ എന്ന തോന്നൽ അതിൽ വരിക. അതാദ്യം ഉണ്ടാവില്ല. കുട്ടികൾക്ക് അഹങ്കാരം ഉണ്ടാവുമോ? പിന്നെ ഉണ്ടാവുന്നതാണ് അഹങ്കാരം. മനസ്സോ ചിത്തം മാറിയിട്ടാണ് മനസ്സുണ്ടാവുക. അപ്പോൾ ബുദ്ധി, മനസ്സ്, ചിത്തം, അഹങ്കാരം ഇതിനെ വേണം നമ്മൾ ധിയാം ഇവിടെ പറഞ്ഞത്. ഭൂതമാത്രേന്ദ്രിയ ധിയാം പറഞ്ഞാൽ മനസ്സിലാവില്ല, അർത്ഥാട് പറഞ്ഞാൽ മതിയോ? ഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾ, മാത്രങ്ങൾ തന്മാത്രങ്ങൾ, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ, ഇന്ദ്രിയങ്ങൾ 10 ഇന്ദ്രിയങ്ങൾ, ധിയാം ബുദ്ധി, മനസ്സ്, ചിത്തം, അഹങ്കാരം, ശബ്ദാദി തന്മാത്രങ്ങൾ, നേത്രാദി ഇന്ദ്രിയങ്ങൾ, അല്ലേ, കണ്ണ മൂക്ക് തൊക്കെ നോക്കണം, നേത്രാദി, മനസ്സ് മുതലായ അന്ധക്കരണങ്ങൾ. എന്താ അത്? മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഇവ ഗുണവൈഷമ്യാത്, ഗുണങ്ങളുടെ വിഷമാവസ്ഥ ഹേതുവായിട്ട് ബ്രഹ്മത്തിൽ നിന്ന് ജന്മ ഉത്പത്തി സർഗം എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ സർഗത്തിനെ വർണ്ണിച്ചതാണ്. ഇപ്പോൾ ഇത് എന്താണ് സർഗം? ആദ്യത്തെ ലക്ഷണമാണ് സർഗോ വിസർഗച്ച. സർഗം ആദ്യം ഉണ്ടായത് എന്താണ് ലോകത്തിൽ? ഈ കാണുന്നതൊക്കെ ഉണ്ടാവണതിൻ്റെ മുന്നേ അപ്പോൾ ചതുശ്ലോകി ഭാഗവത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ബ്രഹ്മം അഹമേവാസമേവാഗ്രേ. വളരെ വ്യക്തമാണ്. ആദ്യം ഉണ്ടായത് എന്താണ്? ബ്രഹ്മം. ആ ബ്രഹ്മത്തിൽ നിന്നാണ് ഈ പറഞ്ഞത് ഉണ്ടായത്. ഭൂതമാത്രേന്ദ്രിയ ധിയാം, പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ, 10 ഇന്ദ്രിയങ്ങൾ പ്ലസ് ബുദ്ധി, മനസ്സ്, ചിത്തം, അഹങ്കാരം. ഇതിനെ ആണ് സർഗം. ഒന്നാമത്തെ ലക്ഷണം. സർഗ ഉദാഹൃത സർഗം എന്ന് പറയുന്നു. പുരുഷനാൽ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടി വിസർഗം എന്ന് പറയുന്നു. മനസ്സിലായോ? എന്താ വ്യത്യാസം? സർഗവും വിസർഗവും തമ്മിലുള്ള വ്യത്യാസം എന്താ? അത് വളരെ ചെറിയൊരു സംഗതിയുള്ളൂ. ബ്രഹ്മത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭഗവാനിൽ നിന്നുണ്ടായത് സർഗം. ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ് ബ്രഹ്മാവ്. ആ ബ്രഹ്മാവാണ് ബാക്കിയെല്ലാം സൃഷ്ടിച്ചത്. അപ്പോൾ ഈശ്വരൻ എന്ത് സൃഷ്ടിച്ചു? ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു. ബാക്കിയൊക്കെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു, അല്ലേ? ആ ബ്രഹ്മാവ് സൃഷ്ടിച്ചതാണ് എന്ത്? വിസർഗം. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ബ്രഹ്മൻ സൃഷ്ടിച്ചു, ഈശ്വരൻ സൃഷ്ടിച്ചു, അതാണ് അത്രയും സർഗം. ആ സൃഷ്ടിക്കപ്പെട്ട ബ്രഹ്മാവിൽ കൂടെ ഉള്ള വളർച്ച എന്ത് പറയാം? അതിനാണ് വിസർഗം എന്ന് പറയും. ബ്രഹ്മാവിൻ്റെ സൃഷ്ടി വിസർഗം എന്ന് പറയുന്നു. ഇനി 4-ാമത്തെ ശ്ലോകം. സ്ഥിതിർ വൈകുണ്ഠ വിജയ പോഷണം തദനുഗ്രഹ മന്വന്തരാണി സദ്ധർമ്മൂതയ കർമ്മവാസന. 2 പറഞ്ഞു, സർഗവും വിസർഗവും. ബ്രഹ്മാവിൻ്റെ സൃഷ്ടി ഭഗവാന്റെ സൃഷ്ടി സർഗം, ബ്രഹ്മാവിൻ്റെ സൃഷ്ടി വിസർഗം 2. ഇതിൽ പറയാൻ പോണത് സ്ഥിതി, പോഷണം, മന്വന്തരം, ഊതി 4 എണ്ണമാണ്. ആദ്യത്തെ 2 ചേർത്ത് 6 എണ്ണം കഴിഞ്ഞു 4-ാമത്തെ ശ്ലോകത്തിൽ. സംസ്കൃതത്തിൻ്റെ ആ പ്രത്യേകത അങ്ങോട്ട് കംപ്രസ് ചെയ്തിട്ടാണ് പറയുക. സ്ഥിതിർ വൈകുണ്ഠ വിജയ. ഇവിടെ കൊടുത്ത നിർവചനമാണ് കേട്ടോ അത്. ഇവിടെ പറയുകയാണെങ്കിൽ കുറേ പറയാനൊക്കെ ഉണ്ട്. ശരിക്കും പോഷണം സ്ഥിതി എന്ന് പറയുന്നത് നിലനിർത്തൽ എന്നാണ്. സ്ഥിതി പറയണത് നോക്കിയാൽ നിലനിർത്തലാണ്. പ്രപഞ്ചാകാരേണയുള്ള ഈ വലിയ സാമ്രാജ്യത്തെ ഭഗവാൻ നിലനിർത്തിപ്പോകുന്നു. ശരിയാണല്ലോ? സൂര്യൻ ഉദിക്കണു, സൂര്യൻ അസ്തമിക്കണു, ഭൂമി തിരിയണു, ഗ്രഹണങ്ങൾ ഉണ്ടാവണു, ദിനരാത്രങ്ങൾ ഉണ്ടാവണു, മാസങ്ങൾ മറയണു, ഋതുക്കൾ ഉണ്ടാവണു. എല്ലാം മെയിൻ്റനൻസ് കൊണ്ട് നടത്തലാണ്. അപ്പം തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കേണ്ടി വരും, അല്ലേ? അതൊക്കെ കൂടി പറയണ ആ ഒരു സംഗതി, വിഷയം, അതാണ് എന്ത്? സ്ഥിതി. ഹൗ ടു മെയിൻറ്റെയിൻ. ബാക്കിയോ അതിൽ വൈകുണ്ഠ വിജയ എന്ന് പറയണു. പോഷണം തദനുഗ്രഹ. പോഷണം ഭഗവാൻ ഭക്തന്മാരെ അനുഗ്രഹിക്കൽ, ഭക്താനുഗ്രഹ ലീല എന്ന് പറയാം. നല്ല ഭക്തന്മാരെ ഭഗവാൻ അനുഗ്രഹിക്കുകയും തെറ്റ് ചെയ്തവരെ
ചെറിയ ശിക്ഷയിൽ കൂടെ നേരെ ആക്കുകയും ചെയ്യും. ഒരിക്കലും നശിപ്പിക്കില്ല. ഭഗവാൻ ഒരാളെ നശിപ്പിച്ചിട്ട് ഒരു പ്രതികാരം തീർക്കേണ്ട ഒരു കാര്യമില്ല. എന്തിനാ ശിക്ഷിക്കണം? അവനെ നന്നാക്കാൻ. അച്ഛൻ ചിലപ്പോൾ മകൻ്റെ ചെവി പിടിക്കും, ചെറുതായിട്ടൊരു അടി കൊടുത്തു എന്നൊക്കെ വരുന്നത് കുട്ടിയെ നശിപ്പിക്കാനാണോ? ഒരിക്കലും ഒരു അച്ഛനും അമ്മയും കുട്ടിയെ നശിപ്പിക്കില്ല. പക്ഷെ നാളെ അവൻ ഈ തെറ്റ് ചെയ്യരുത്, അവൻ നേരെയാവണം, നല്ല പൗരനായിട്ട് വളരണം. അതിന് വേണ്ടി ചിലപ്പോൾ അടിച്ചു എന്ന് വരും, ചീത്ത പറഞ്ഞു എന്ന് വരും. അതാണ് പോഷണം. അജാമിളിൻ്റെ കഥ പോഷണം തദനുഗ്രഹ മന്വന്തരാണി സദ്ധർമ്മ. 14 മനുക്കളെയാണ് ഭാഗവതത്തിൽ വർണ്ണിച്ചത്. 8ാമത്തെ സ്കന്ധത്തിൽ ഗജേന്ദ്രമോക്ഷം മുതൽ മത്സ്യാവതാരം വരെയുള്ള കഥ മന്വന്തരങ്ങളാണ്. അത് ധർമ്മത്തെ പ്രതിപാദിക്കുന്നതാണ്. ഒക്കെ ഒരു തരത്തിൽ അങ്ങനെ ഒന്ന് തന്നെയാണ്. ധർമ്മത്തെ 14 മനുക്കൾ എങ്ങനെ പരിപാലിച്ചു എന്ന് ധർമ്മബോധം ഉണ്ടാക്കാൻ തന്നെയാണ് മന്വന്തരങ്ങളെയും വർണ്ണിച്ചത്. സദ്ധർമ്മ എന്നിവിടെ പറഞ്ഞത് അതുകൊണ്ടാണ്. ഊതയ കർമ്മവാസന. ഊതി എൻ്റെ പ്ലൂരലാണ് ഊതയ, ബഹുവചനം. കർമ്മവാസനകളാണ്. കഴിഞ്ഞ ജന്മത്തിൻ്റെ തുടർച്ചയാണ് ഈ ജന്മം. ഈ ജന്മത്തിൻ്റെ തുടർച്ചയായിരിക്കും അടുത്ത ജന്മം. തീർച്ചയായിട്ടും അങ്ങനെയല്ലേ വരൂ. അതിനെയാണ് എന്ത് പറയുന്നത്? കർമ്മവാസന. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.